അത് ഗോവിന്ദ മാഷ് ആവർത്തിച്ച് പറയുന്നു, ഇന്നും പറഞ്ഞു, കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇടത് പാർട്ടികളുടെ നയം അതേപടി നടപ്പാക്കുന്ന ഗോവിന്ദ മാഷ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ബൈറ്റ് കൂടി കേൾക്കാം. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമായിരുന്നു. ഗോവിന്ദ മാഷിന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരവുമുണ്ട്. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് 57-ലെ സഖാവ് EMSന്റെ ഗവൺമെൻറ് ആദ്യമായിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോക ചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ EMS പറഞ്ഞത്. ചന്ദ്രകാന്ത്, ഇങ്ങനെ ഒരു കാര്യം ഗോവിന്ദ മാഷ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് CPMന്റെ നയം അതാണ്, ഭരണത്തിലിരിക്കുന്ന സർക്കാരിന് അതിൻ്റെ പരിമിതികളുണ്ട്. അത് ഇതിൻ്റെ കാര്യത്തിലും അതെ, കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഇങ്ങനെ തടഞ്ഞു വെക്കപ്പെടുമ്പോൾ അതിന് അടവ് നയം പ്രയോഗിക്കേണ്ടതായി വരും. നേരത്തെ ഒരു ബൈറ്റിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് അത് ബിനോയ് വിശ്വത്തിന് ചിന്തിക്കാൻ കഴിയുന്നില്ല? മഞ്ജുഷ, എനിക്ക് തോന്നുന്നു മഞ്ജുഷിനോടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇത് പറയുകയും പിന്നീട് അത് ട്രോളായിട്ടും ഒക്കെ ഭയങ്കര വൈറലായ സംഭവമാണ് ഇത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞതും കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, പല നയങ്ങളും നമ്മൾ ആ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുകയല്ലോ ചെയ്യുന്നത്. 2010 മെയ്യിലാണെന്ന് തോന്നുന്നു, മൻമോഹൻ സിംഗിനെ പോയിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു സർവകക്ഷി സംഘം കണ്ടു. അന്ന് നമ്മുടെ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അന്നത്തെ നമ്മുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്ന ഈ എന്താണ് വീതി, ദേശീയപാതകളിലൊക്കെയുള്ള വീതി 45 മീറ്ററായി വെച്ചിരിക്കുന്നതിന് 30 മീറ്റർ ആക്കണമെന്നായിരുന്നു. എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടുന്ന് പുറകോട്ട് പോയി. കാരണം ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് ഈ ഭരണകക്ഷിയായിട്ടുള്ള CPMന്റെ തലപ്പത്തിരിക്കുന്ന ME ഗോവിന്ദൻ മാസ്റ്റർക്ക് വളരെ അതിനെ പറയാൻ പറ്റുന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം CPM തന്നെയാണ് ഭരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ CPI തന്നെയാണ് ഭരിക്കുന്നതെങ്കിൽ പാർട്ടി നയങ്ങൾ നടപ്പാക്കാൻ പറ്റും. പക്ഷേ അത് കേന്ദ്രവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവിടുന്ന് പണം കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പണം കൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പരോക്ഷമായി അതിനിടയിൽ കൂടെ പറയുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് എന്താ പറഞ്ഞ ക്ഷേമ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന, കേരളത്തിലെ ഇടതുപക്ഷ മുഖമുള്ള ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ നമുക്കറിയാം, നവോദയ സ്കൂള് ഇന്ത്യയിൽ വന്നപ്പോൾ 40 കൊല്ലം മുമ്പാണ് വന്നത്. അന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അന്ന് ഇതിനെതിരായി പോരടിച്ച് സമരം ചെയ്ത് പരുക്കേറ്റ് കിടന്ന ആൾക്കാർ ഇന്ന് മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ അവിടുന്ന് മാറിയില്ലേ? അപ്പോൾ എന്തായിരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് നവോദയ സ്കൂളിനെ അന്ന് എതിർത്തത്? നവോദയ സ്കൂൾ, ജവഹർ നവോദയ സ്കൂൾ, ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും റെസിഡൻഷ്യൽ അടിസ്ഥാനത്തിലുള്ള സ്കൂളുകൾ വരുന്നത്. അന്ന് അതിനുള്ള എതിർപ്പുണ്ടായിരുന്നു. അന്നത്തെ എതിർപ്പ് അന്നൊന്നും ഇവർക്ക് ബുദ്ധിയില്ലായിരുന്നോ അല്ലെങ്കിൽ വിവരമില്ലായിരുന്നു പറയാൻ പറ്റില്ല. ഓരോ കാലത്തും ഇത്തരം എതിർപ്പുകളുണ്ടാവും. കാലം കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള എതിർപ്പിനോടുള്ള ഒരു ശക്തി കുറയുകയും അത് നടപ്പാക്കുകയും ചെയ്യും. ഇത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ 2-3 മാസം മുമ്പ് നമുക്ക് ട്രോള് പോലെയാണ് തോന്നിയത്. ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പരിമിതികൾ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ പരിമിതി, ഇപ്പം ഈ പറയുന്ന പണം വളരെ കേരളം പോലെ സംസ്ഥാനത്തിന് വളരെയധികം അത്യാവശ്യമായതുകൊണ്ടാണെന്ന് പലതവണ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസത്തെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീടും പറഞ്ഞു. ഇത് പണമില്ലാതെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അത് ഏത് തരത്തിൽ നേടിയെടുക്കാൻ പറ്റും? അത് ചിലപ്പോൾ അടവ് നയമായിട്ടാകാം, ജയകൃഷ്ണൻ സാർ പറയുന്നത് കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ എന്നാണ്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു സംഭവമുള്ളത്, തമിഴ്നാട് അങ്ങനെ തന്നെയാണോ പണം വാങ്ങിച്ചിരിക്കുന്നതെന്ന് സംശയമുണ്ട്. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. കാരണം രണ്ടാമത്തെ കാര്യം, തമിഴ്നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയായിട്ട് തട്ടിച്ചു നോക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യമേ നോക്കാൻ പറ്റുള്ളൂ. അതിപ്പം ME ഗോവിന്ദ മാസ്റ്റർക്കാണെങ്കിലും ശിവൻകുട്ടി മിനിസ്റ്റർക്കാണെങ്കിലും കേരളത്തിലുള്ള മന്ത്രിസഭയ്ക്ക് അതേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, തൊട്ടപ്പുറത്തിരിക്കുന്ന മന്ത്രിമാർക്ക് ഇത് മനസ്സിലാവുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കും നമ്മളെപ്പോലൊക്കെ ഇത് കാര്യം, നമ്മളെക്കാളും മുമ്പ് തന്നെ കാര്യം മനസ്സിലാകുന്ന ആൾക്കാരല്ലേ. അവരെന്തുകൊണ്ടാണ് ഇത്ര എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീ മോഹൻ വർഗീസ്.